ക്യൂഫർ ക്യൂസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ക്യൂഫർ ക്യൂസിലെ ഇന്നത്തെ ടോപ്പിക് ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ പറയുന്നത് സസ്യകലകളെക്കുറിച്ചുള്ള സസ്യകലകൾ എന്നിവയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ഓക്കെ, ആദ്യം സസ്യലോകത്തെക്കുറിച്ചുള്ള പ്രധാന ചോദ്യോത്തരങ്ങൾ നോക്കാം. ഫൈറ്റൺ എന്ന ഗ്രീക്ക് വാക്കിനർത്ഥം എന്താണ്? സസ്യം. ഫൈറ്റൺ എന്ന ഗ്രീക്ക് വാക്കിനർത്ഥം സസ്യം എന്നാണ്. സസ്യശരീരത്തിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? വേര്, കാണ്ഡം, ഇലകൾ, പൂക്കൾ ഇവയൊക്കെയാണ് സസ്യശരീരത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. കാണ്ഡത്തിൻ്റെ സ്വഭാവമനുസരിച്ച് സസ്യങ്ങളെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അവ ഔഷധികളെന്നും കുറ്റിച്ചെടികളെന്നും വൃക്ഷങ്ങളെന്നുമാണ്. പ്രകൃതിയിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ഹരിത സസ്യങ്ങളാണ്. അതിപ്രാചീനമായ സസ്യവിഭാഗമാണ് പന്നൽ ചെടികൾ. ഒരു പ്രത്യേക സ്ഥലത്തുള്ള സസ്യവിഭാഗം അറിയപ്പെടുന്നത് ഫ്ലോറ എന്നാണ്. മലബാറിലെ തരുലതാദികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ ഗ്രന്ഥഭാഷ ലാറ്റിനാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിക്കുന്ന ആദ്യത്തെ സസ്യമാണ് തെങ്ങ്. ഇനി വിവിധയിനം സസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു വർഷം മാത്രമോ ഒരു ഋതുവിൽ മാത്രമോ ജീവിച്ചിരിക്കുന്ന ഹ്രസ്വകാല സസ്യങ്ങൾക്ക് പറയുന്ന പേരാണ് ഏകവർഷികൾ. ഏകവർഷികൾക്ക് ഉദാഹരണമാണ് വെണ്ട, പയർ, നെല്ല് മുതലായവ. 2 വർഷം കൊണ്ട് ജീവിതകാലം പൂർത്തിയാക്കുന്ന സസ്യങ്ങളാണ് ദ്വിവർഷികൾ. ദ്വിവർഷികൾക്ക് ഉദാഹരണങ്ങളാണ് ചേന, ക്യാരറ്റ്, റാഡിഷ്, ബീറ്റ്റൂട്ട് എന്നിവ. 2 വർഷത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കുന്ന സസ്യങ്ങളാണ് ബഹുവർഷികൾ. ഉദാഹരണം പ്ലാവ്, മാതളം, മാവ് എന്നിവയാണ്. മണ്ണിൻ്റെ അഭാവത്തിൽ പോഷകമൂല്യമുള്ള ലായനിയിൽ സസ്യങ്ങളെ വളർത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ്. മണ്ണും ജലവും ഇല്ലാതെ സസ്യങ്ങളെ ശാസ്ത്രീയമായി വളർത്തുന്ന രീതിയാണ് എയ്റോപോണിക്സ്. മറ്റു സസ്യങ്ങളിൽ വളർന്ന് അവയിൽ നിന്ന് ആഹാരവും ജലവും വലിച്ചെടുക്കുന്ന സസ്യങ്ങൾ അറിയപ്പെടുന്നത് പരാത സസ്യങ്ങൾ എന്നാണ്. പരാത സസ്യത്തിന് ഉദാഹരണമാണ് ഇത്തിളും മൂടില്ലാ താളിയും. ഒരു പൂർണ്ണ പരാതമാണ് ബെലാനോഫോറ. ഒരു ഭാഗിക പരാത സസ്യമാണ് ചന്ദനമരം. ആവശ്യാനുസരണം ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന സസ്യങ്ങളാണ് മിസോഫൈറ്റുകൾ. ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ഹൈഡ്രോഫൈറ്റുകൾ. ഉദാഹരണം ആമ്പൽ, താമര എന്നിവയാണ്. പൂർണ്ണമായും സൂര്യപ്രകാശത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ഹീലിയോഫൈറ്റുകൾ. മണലാരണ്യത്തിൽ വളരുന്ന സസ്യങ്ങളാണ് സീറോഫൈറ്റുകൾ അഥവാ മരുരൂഹങ്ങൾ. മഴക്കാലത്ത് തഴച്ചു വളരുകയും വേനൽക്കാലത്ത് ഇല പൊഴിക്കുകയും ചെയ്യുന്ന സസ്യങ്ങളാണ് ട്രോപ്പോഫൈറ്റുകൾ. സസ്യലോകത്തെ ഉഭയജീവികൾ എന്നറിയപ്പെടുന്ന സസ്യവിഭാഗം ബ്രയോഫൈറ്റുകൾ. വിത്ത് ഇല്ലാത്ത സസ്യങ്ങളാണ് ക്രിപ്റ്റോഗേമുകൾ. തണലിൽ വളരുന്ന സസ്യങ്ങളാണ് സിയോഫൈറ്റുകൾ. മറ്റൊരു സസ്യത്തിൽ വളരുന്ന സസ്യങ്ങളാണ് എപ്പിഫൈറ്റുകൾ. ഉപ്പുവെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ഹാലോഫൈറ്റുകൾ. മൃതശരീരങ്ങളെ ആഹാരമാക്കുന്ന സസ്യങ്ങൾക്ക് പറയുന്ന പേരാണ് സാപ്രോഫൈറ്റുകൾ. തെങ്ങ് ഉൾപ്പെടുന്ന സസ്യവിഭാഗം അറിയപ്പെടുന്ന പേര് അരക്കേഷിയെ. ചോളം, ഗോതമ്പ്, നെല്ല്, ബാർലി എന്നിവ ഉൾപ്പെടുന്ന സസ്യകുടുംബമാണ് പോയേസിയെ അഥവാ ഗ്രാമിനെ എന്നും അറിയപ്പെടുന്നു. ചോളം, ഗോതമ്പ്, നെല്ല്, ബാർലി എന്നിവ ഉൾപ്പെടുന്ന സസ്യകുടുംബം അറിയപ്പെടുന്നത് ഗ്രാമിനെ എന്നും പോയേസിയെ എന്നുമാണ്. ഒരു ഭക്ഷ്യശൃംഖലയിലെ ഓരോ കണ്ണിയും അറിയപ്പെടുന്നത് ട്രോപ്പിക് തലം എന്നാണ്. സസ്യവളർച്ച അളക്കാനുപയോഗിക്കുന്ന ഉപകരണമാണ് ആക്സനോമീറ്റർ. വൃക്ഷങ്ങളെ മുരടിപ്പിച്ച് വളർത്തുന്ന സമ്പ്രദായം ബോൺസായി. കാട്ടുമരങ്ങളുടെ രാജാവാണ് തേക്ക്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വൃക്ഷമാണ് മെതുസല. കാലിഫോർണിയയിലെ വൃക്ഷമാണിത്. 4844 വർഷം പഴക്കമാണ് ഇതിനുള്ളത്. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വൃക്ഷം മെതുസലയാണ്. കാലിഫോർണിയയിലാണ് ഈ വൃക്ഷമുള്ളത്. ഇതിൻ്റെ പഴക്കമെന്ന് പറയുന്നത് 4844 വർഷമാണ്.
ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ റെഡ്വുഡ് മരം ഏതാണ്? ഹൈപ്പെരിയോൺ എന്ന റെഡ്വുഡ് മരമാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയത്. ഇതും കാലിഫോർണിയയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 115.55 മീറ്ററാണ്. ഏറ്റവും ഉയരം കൂടിയ വൃക്ഷം ഏതാണ്? യൂക്കാലിപ്റ്റസ് റഗ്നൻസ്. ഏറ്റവും ഉയരമുള്ള വൃക്ഷ ഇനങ്ങളാണ് റെഡ്വുഡും യൂക്കാലിപ്റ്റസും. ലോകത്തിലെ ഏറ്റവും വലിയ വൃക്ഷമാണ് ജയന്റ് സെക്വയ അഥവാ ജനറൽ ഷെർമൻ എന്നും അറിയപ്പെടുന്നു. വ്യവസായത്തിന് മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നവയാണ് എപ്പിഫൈറ്റുകൾ. എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം ഓർക്കിഡും മരവാഴയും. ഒരു ഭാഗിക പരാത ജീവിയാണ് ലൊറാന്തസ്. സസ്യങ്ങളുടെ വാർഷിക വലയങ്ങൾക്കനുസരിച്ച് കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതിയാണ് ഡെൻഡ്രോക്രോണോളജി. സസ്യങ്ങളുടെ ഗന്ധം, പൂമ്പൊടി എന്നിവയിൽ നിന്നുണ്ടാകുന്ന അലർജിയാണ് ഹേ ഫീവർ. ജലാശയത്തിൽ ജലസസ്യങ്ങൾ തിങ്ങി നിറഞ്ഞു വളരുന്ന അവസ്ഥ യൂട്രോഫിക്കേഷൻ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഉയർന്ന അളവിൽ ആവശ്യമായ മൂലകങ്ങൾ അറിയപ്പെടുന്നത് സ്ഥൂല പോഷകങ്ങൾ എന്നാണ്. സസ്യവളർച്ചയ്ക്ക് കുറഞ്ഞ അളവിൽ ആവശ്യമായ മൂലകങ്ങൾ അറിയപ്പെടുന്നത് സൂക്ഷ്മ പോഷകങ്ങൾ എന്നാണ്. തീ പിടിക്കാത്ത തടിയുള്ള വൃക്ഷമാണ് ഒമ്പു. അർജന്റീനയിലാണ് ഒമ്പു മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വൃക്ഷമാണ് ജയന്റ് സെക്വയ. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാരാണ്? ജെ.സി. ബോസ് ആണ്. സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്രെസ്കോഗ്രാഫ്. ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനും ജെ.സി. ബോസ് ആണ്. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ പരാമർശിക്കപ്പെടുന്ന സസ്യശാസ്ത്രജ്ഞനും ജെ.സി. ബോസ് തന്നെയാണ്. അടുത്ത സസ്യകലകളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. സസ്യങ്ങളിലെ സങ്കീർണ കലകൾ അറിയപ്പെടുന്നത് സൈലം, ഫ്ലോയം എന്നീ പേരുകളിലാണ്. സസ്യത്തിൻ്റെ മൃദുഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകളാണ് പാരൻകൈമ. സസ്യത്തിന് കാറ്റടിക്കുമ്പോൾ ഒടിയാതെയും മറ്റും സഹായിക്കുന്ന കലകളാണ് കോളൻ കൈമ. ചെടിയുടെ വളരെ കട്ടിയുള്ള ഭാഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കലകളാണ് സ്ക്ലീറൻ കൈമ. സസ്യകോശങ്ങളിൽ കാണപ്പെടുന്നതും ജന്തുകോശങ്ങളിൽ ഇല്ലാത്തതുമായ ഘടകങ്ങളാണ് ക്ലോറോപ്ലാസ്റ്റും കോശഭിത്തിയും. സസ്യഭാഗങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ബാഹ്യ ആവരണം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഡെർമൽ ടിഷ്യൂ. വളരെ വേഗം വിഭജിച്ച് സസ്യവളർച്ചയെ സഹായിക്കുന്ന കലയാണ് മെരിസ്മാറ്റിക്സ് ടിഷ്യൂ. വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന സസ്യപ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം. സസ്യങ്ങളിൽ കോശവിഭജനത്തിന് സഹായിക്കുന്ന കോശാംഗമാണ് സെൻട്രോസോം. സസ്യങ്ങളിൽ മാംസ്യ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന കോശാംഗങ്ങളാണ് റൈബോസോമുകൾ. സസ്യങ്ങളിൽ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം സെല്ലുലോസ്. സസ്യങ്ങളിലെ കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് മർമ്മം. ജീവന്റെ അടിസ്ഥാന കണിക എന്നറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസം. സസ്യകോശത്തിലെ ഏറ്റവും വലിയ കോശഘടകമാണ് പ്ലാസ്റ്റിഡ് അഥവാ ജൈവകണം എന്നും അറിയപ്പെടുന്നു. സസ്യകോശങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന കൊഴുത്ത ദ്രാവകം ഏതാണ്? പ്രോട്ടോപ്ലാസം. സ്ക്ലീറൻ കൈമ കലകളുടെ കാഠിന്യത്തിന് കാരണമായ പദാർത്ഥം ഏതാണ്? ലിഗ്നിൻ. അടുത്ത് വേരുകളെക്കുറിച്ചുള്ള ചോദ്യോത്തരങ്ങൾ നോക്കാം. മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ വേരിനെ സംരക്ഷിക്കുന്ന ഭാഗം ഏതാണ്? റൂട്ട് ക്യാപ്പ്. വിത്ത് മുളയ്ക്കുമ്പോൾ ബീജകവചം പൊട്ടി ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ്? വേര്. ഒരു തായ്വേരും അതിൽ നിന്നുണ്ടാകുന്ന ശാഖാവേരുകളുമുള്ള വേരുപടലം ഏതു പേരിൽ അറിയപ്പെടുന്നു? തായ്വേരുപടലം. തായ്വേരുപടലമുള്ള സസ്യത്തിന് ഉദാഹരണമാണ് മാവ്, പ്ലാവ്, തുമ്പ എന്നിവ. കാണ്ഡത്തിൻ്റെ അടിഭാഗത്തു നിന്നും എല്ലാ ദിശകളിലേക്കും നാരുകൾ പോലുള്ള ധാരാളം വേരുകൾ കാണപ്പെടുന്നതാണ്. ഇത് അറിയപ്പെടുന്നത് നാരുവേരുപടലം എന്നാണ്. നാരുവേരുപടലമുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? നെല്ല്, തെങ്ങ്, കമുക്, പുല്ല്. പുകയില ചെടിയിൽ നിക്കോട്ടിൻ കൂടുതലായി കാണപ്പെടുന്നത് എവിടെയാണ്? വേരിൽ. ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ. അന്തരീക്ഷത്തിലെ ഈർപ്പം വലിച്ചെടുക്കാൻ കഴിവുള്ള പ്രത്യേക വേരുള്ള സസ്യമാണ് മരവാഴ.
ഹരിതകമുള്ള വേരുള്ള സസ്യത്തിന് ഉദാഹരണമാണ് അമൃതവള്ളി. പറ്റുവേരുകളുള്ള സസ്യമാണ് കുരുമുളക് ചെടി. മരത്തിൽ ചുറ്റിപ്പിടിക്കാൻ സഹായിക്കുന്ന വേരുകളാണ് പറ്റുവേരുകൾ എന്നറിയപ്പെടുന്നത്. പറ്റുവേരുകളുള്ള സസ്യം കുരുമുളക് ചെടിയാണ്. പൊയ്ക്കാൽ വേരുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് കരിമ്പ്, കൈത എന്നിവ. കാണ്ഡത്തിൽ നിന്ന് താഴോട്ട് വളരുന്ന ദണ്ടുകൾ പോലുള്ള വേരുകളാണ് പൊയ്ക്കാൽ വേരുകൾ. താങ്ങുവേരുകളുള്ള ഒരു സസ്യം ആൽമരമാണ്. മരത്തിൻ്റെ ശാഖകളിൽ നിന്ന് താഴേക്ക് വളർന്ന് മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന വേരുകളാണ് താങ്ങുവേരുകൾ. നാരുവേര് പടലമുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണം നെല്ല്, തെങ്ങ്, കമുക്, പുല്ല് എന്നിവയാണ്. സംഭരണ വേരുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് മധുരക്കിഴങ്ങ്, ക്യാരറ്റ്, മരച്ചീനി, നാലുമണിച്ചെടി, റാഡിഷ്, ശതാവരി, ഡാലിയ, പാവൽ എന്നിവ. വേരിൽ നിന്ന് പുതിയ സസ്യമുണ്ടാകുന്നതിന് ഉദാഹരണമാണ് കറിവേപ്പ്, പെരിങ്ങലം, ശീമപ്ലാവ് എന്നിവ. പയറുവർഗത്തിൽപ്പെടുന്ന ചെടികളുടെ വേരിൽ അധിവസിക്കുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ഏതാണ്? റൈസോബിയം. പയറുവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരിലെ മുടകളിൽ കാണുന്ന ബാക്ടീരിയ അറിയപ്പെടുന്ന പേരാണ് റൈസോബിയം. വേരുകളിലെ മൂലലോമങ്ങളിലെ കോശസ്തരം അറിയപ്പെടുന്നത് അർദ്ധധാര്യം എന്നാണ്. ശാഖകളിൽ നിന്നും താങ്ങുവേരുകൾ വളരുന്ന സസ്യമാണ് പേരാൽ. വേരിൻ്റെ വളർച്ചയെ മന്ദീഭവിപ്പിക്കുന്ന സസ്യ ഹോർമോൺ ഏതാണ്? ആക്സിൻ. വേരുകളില്ലാത്ത സസ്യമാണ് സാൽവീനിയ. താങ്ങുകളെ ആശ്രയിച്ച് വള്ളികളായി വളരുന്ന ദുർബലകാണ്ഡ സസ്യങ്ങൾ ഏതൊക്കെയാണ്? പാവൽ, പടവലം, അമര, കോവൽ, കുരുമുളക്, മുന്തിരി, വെറ്റില, ചിറ്റമൃത്, പയർ, കാച്ചിൽ, മേന്തോന്നി, വെള്ളരി, മധുരക്കിഴങ്ങ്, കുമ്പളം, മത്തൻ എന്നിവയാണ്. ശാഖകളിൽ നിന്നും താങ്ങുവേരുകൾ വളരുന്ന സസ്യം പേരാലാണ്. കാണ്ഡത്തിൽ നിന്നും പൊയ്ക്കാൽ വേരുകൾ വളരുന്ന സസ്യങ്ങൾ കൈതയും കണ്ടൽ ചെടികളുമാണ്. മണ്ണിന് മുകളിൽ കാണുന്ന സസ്യഭാഗങ്ങൾക്ക് പറയുന്ന പേര് സ്കന്ധവ്യൂഹം അഥവാ ഷൂട്ട് സിസ്റ്റം എന്നും മണ്ണിനടിയിൽ കാണുന്ന സസ്യഭാഗങ്ങൾക്ക് പറയുന്ന പേര് മൂലവ്യൂഹം അഥവാ റൂട്ട് സിസ്റ്റം എന്നുമാണ്. അടുത്ത് ഇലകളുമായി ബന്ധമുള്ള ചോദ്യോത്തരങ്ങൾ നോക്കാം. ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹരിതകം. ഒറ്റ ഇല മാത്രമുള്ള സസ്യമാണ് ചേന. ഇലയിലെ സിരകൾ സമാന്തരമായി വിന്യസിച്ചിരിക്കുന്നതാണ് സമാന്തര സിരാവിന്യാസം എന്നറിയപ്പെടുന്നത്. ഏകബീജപത്ര ഇലയിൽ കാണപ്പെടുന്ന കോശങ്ങളാണ് ബുള്ളിഫോം കോശങ്ങൾ. ബാഷ്പീകരണം വഴി സസ്യങ്ങളിൽ നിന്ന് ജലം നഷ്ടപ്പെടുന്നത് സസ്യ സ്വേദനം എന്ന് അറിയപ്പെടുന്നു. സമാന്തര സിരാവിന്യാസത്തിന് ഉദാഹരണം തെങ്ങ്, വാഴ, നെല്ല് എന്നിവയാണ്. ഇലയിലെ സിരകൾ വല പോലെ വിന്യസിച്ചിരിക്കുന്നത് ജാലിക സിരാവിന്യാസം എന്നറിയപ്പെടുന്നു. ജാലിക സിരാവിന്യാസം കാണപ്പെടുന്ന സസ്യങ്ങളാണ് പ്ലാവ്, മാവ്, ആൽ എന്നിവ. ഇലയുടെ ഉപരിവൃതിയിൽ കാണുന്ന സൂക്ഷ്മ സുഷിരങ്ങൾ ഏതുപേരിൽ അറിയപ്പെടുന്നു? ആസ്യരന്ധ്രങ്ങൾ എന്ന് അറിയപ്പെടുന്നു. സ്റ്റൊമാറ്റ എന്നും ഇതിനെ അറിയപ്പെടുന്നു. ഇലകളിൽ ആസ്യരന്ധ്രങ്ങൾ അഥവാ സ്റ്റൊമാറ്റ കാണപ്പെടുന്നത് എവിടെയാണ്? ഇലയുടെ താഴെയും മുകളിലുമാണിത് കാണപ്പെടുന്നത്. ഇലയിൽ ആസ്യരന്ധ്രങ്ങൾ ഇല്ലാത്ത സസ്യം ഏതാണ്? വാലിസ്നേറിയ. സസ്യങ്ങളിൽ കാവൽകോശങ്ങൾ കാണപ്പെടുന്നത് ആസ്യരന്ധ്രങ്ങളിലാണ്. കാവൽകോശങ്ങളുടെ ആകൃതി ഏതാണ്? പയറുവിത്തിൻ്റെ ആകൃതിയാണ് കാവൽകോശങ്ങളുടേത്. ഇലയുടെ ആദ്യ രൂപങ്ങൾ ഏതാണ്? പ്രൈമോഡിയം. ഇലയുടെ ആദ്യ രൂപങ്ങളാണ് പ്രൈമോഡിയം. സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്നത് ഇലകളാണ്. സസ്യങ്ങളിൽ കാണപ്പെടുന്ന രണ്ട് തരത്തിലുള്ള ഇലകളാണ് ലഘുപത്രങ്ങൾ അഥവാ സിമ്പിൾ ലീവ്സും സംയുക്തപത്രങ്ങൾ അഥവാ കോമ്പൗണ്ട് ലീവ്സും. ഒരു പത്രഫലകത്തോടു കൂടിയ ഇലയാണ് ലഘുപത്രം. രണ്ടോ അതിലധികമോ പത്രഫലകമുള്ള ഇലയാണ് സംയുക്തപത്രം. ഇലകളുടെ പുറംഭാഗത്തുള്ള മെഴുകുപോലെയുള്ള ആവരണമാണ് ക്യൂട്ടിക്കിൾ. കോശത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ഹരിതകണമാണ്. ഇലകളിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന ഒരു സസ്യമാണ് ക്യാബേജ്. ഇലയിൽ നിന്നും പുതിയ സസ്യം ഉണ്ടാകുന്നതിന് ഉദാഹരണമാണ് ബ്രയോഫില്ലം. ഉള്ളിയിൽ ആഹാരം സംഭരിച്ചിരിക്കുന്ന ഭാഗമാണ് ശൽക്കങ്ങൾ. അടുത്ത് കാണ്ഡം. കാണ്ഡം എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം.
കാണ്ഡത്തിലെ 2 സംവഹന കലകൾ ഏതൊക്കെയാണ്? സൈലം, ഫ്ലോയം എന്നിവയാണ്. വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണങ്ങളും എല്ലാ ഭാഗത്തും എത്തിക്കുന്നത് സൈലമാണ്. ഇലകൾ നിർമ്മിക്കുന്ന ആഹാരം ചെടിയുടെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത് ഫ്ലോയമാണ്. കാണ്ഡത്തിലെ സൈലത്തെയും ഫ്ലോയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന കനം കുറഞ്ഞ കോശങ്ങളാണ് പാരൻകൈമ കോശങ്ങൾ എന്നറിയപ്പെടുന്നത്. ചില സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെ ചില ഭാഗങ്ങൾ രൂപാന്തരം പ്രാപിച്ച് താങ്ങിൽ പിടിച്ച് വളരാൻ സഹായിക്കുന്ന സ്പ്രിങ് പോലെയുള്ള രൂപമാണ് പ്രധാനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. പ്രധാനങ്ങളുള്ള സസ്യങ്ങൾക്ക് ഉദാഹരണമാണ് മുന്തിരി, പാവൽ, പടവലം എന്നിവ. കാണ്ഡം വണ്ണം വയ്ക്കുന്നതിന് നിദാനമായത് എന്താണ്? കാമ്പിയത്തിൻ്റെയും കോർക്ക് കാമ്പിയത്തിൻ്റെയും പ്രവർത്തനമാണ്. വെളുത്തുള്ളി, ചുവന്നുള്ളി എന്നിവ കാണ്ഡത്തിൻ്റെ ഏതുതരം രൂപാന്തരണത്തിന് ഉദാഹരണമാണ്? ബൾബ്. താങ്ങുകളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന സസ്യങ്ങൾ ഏതുപേരിൽ അറിയപ്പെടുന്നു? ക്ലൈംബേഴ്സ് എന്നും ആരോഹികൾ എന്നും അറിയപ്പെടുന്നു. ആരോഹികൾക്ക് അഥവാ ക്ലൈംബേഴ്സിന് ഉദാഹരണം ഏതൊക്കെയാണ്? ബീൻസും പയറും. തറയിൽ പടർന്നു വളരുന്ന സസ്യങ്ങളാണ് ക്രീപ്പേഴ്സ് അഥവാ ഇഴവള്ളികൾ എന്ന് അറിയപ്പെടുന്നത്. ഇഴവള്ളികൾക്ക് ഉദാഹരണം കുമ്പളവും മത്തനുമാണ്. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന ഒരു സസ്യമാണ് കരിമ്പ്. തായ്തടിയിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന ഒരു സസ്യം കരിമ്പാണ്. ഫലങ്ങളോ വിത്തുകളോ ഉൽപ്പാദിപ്പിക്കാത്ത കാർഷിക വിളയാണ് കരിമ്പ്. കള്ളിച്ചെടിയിലെ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ഭാഗം കാണ്ഡമാണ്. സസ്യങ്ങളിൽ വാർഷിക വലയങ്ങൾ കാണപ്പെടുന്നത് കാണ്ഡത്തിലാണ്. ഭൂമിക്കടിയിൽ വളരുന്ന കാണ്ഡങ്ങൾക്ക് ഉദാഹരണമാണ് മഞ്ഞൾ, ഇഞ്ചി, ചേന, ചേമ്പ്, ഉരുളക്കിഴങ്ങ് എന്നിവ. ഇത്തിൽച്ചെടിയുടെ വേരുകൾ ആഴ്ന്നിറങ്ങുന്ന വൃക്ഷഭാഗം കാണ്ഡത്തിലെ സൈലമാണ്. ആദ്യഘട്ടത്തിൽ രൂപം കൊള്ളുന്നതും ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്നതുമായ സസ്യഭാഗമാണ് തടിയുടെ കാതൽ. ഏറ്റവും അവസാനം രൂപം കൊണ്ട കലകളടങ്ങുന്നതും പുറമേയുള്ളതുമായ ഭാഗമാണ് തടിയുടെ വെള്ള. അടുത്ത് പൂവിനെ കുറിച്ച് നോക്കാം. ഏറ്റവും പുറമെ പച്ച നിറത്തിൽ കാണുന്ന കപ്പ് പോലെയുള്ള പുഷ്പഭാഗമാണ് പുഷ്പവൃതി. വിടരുന്നതിന് മുൻപ് പൂവിനെ സംരക്ഷിക്കുന്നത് പുഷ്പവൃതിയാണ്. പൂവിൽ ശലഭങ്ങളെ ആകർഷിച്ച് പരാഗണത്തിന് സഹായിക്കുന്ന ഭാഗമാണ് ദളപുടം എന്നറിയപ്പെടുന്നത്. പുഷ്പിക്കലിന് ദിനദൈർഘ്യവുമായി ബന്ധമില്ലാത്തവയാണ് ഉദാസീന ദിനസസ്യങ്ങൾ. ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനമാണ് കുങ്കുമപ്പൂവ്. കുങ്കുമപ്പൂവ് കഴിഞ്ഞാൽ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനം വാനിലയാണ്. ആഹാരമായി ഉപയോഗിക്കുന്ന പൂവ് ഏതൊക്കെയാണ്? കോളിഫ്ലവറും അഗസ്ത്യപ്പൂവും. പൂക്കളിലെ പുരുഷ ലൈംഗികാവയവം അറിയപ്പെടുന്നത് കേസരമെന്നും പൂക്കളിലെ സ്ത്രീ ലൈംഗികാവയവം അറിയപ്പെടുന്നത് ജനിപുടം എന്നുമാണ്. ഏകലിംഗ പുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത് കേസരപുടവും ജനിപുടവും വ്യത്യസ്ത പുഷ്പങ്ങളിൽ ഉള്ളവയാണ് ഏകലിംഗ പുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത്. ദ്വിലിംഗ പുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത് കേസരപുടവും ജനിപുടവും ഒരേ പുഷ്പത്തിൽ തന്നെ ഉള്ളവയാണ്. ഏകലിംഗ പുഷ്പങ്ങൾക്ക് ഉദാഹരണം വെള്ളരി, കുമ്പളം, മത്തൻ, പാവൽ, പടവലം, ജാതി, ആറ്റുകൈത, ഈന്തപ്പന, തെങ്ങ് എന്നിവയാണ്. ദ്വിലിംഗ പുഷ്പങ്ങൾക്ക് ഉദാഹരണം മുളക്, വെണ്ട, ചെമ്പരത്തി, കശുമാവ്, മുല്ല, മന്ദാരം, റോസ്, പിച്ചകം എന്നിവയാണ്. ഏകലിംഗ സസ്യങ്ങൾ എന്നറിയപ്പെടുന്നത് ആൺപൂവും പെൺപൂവും വെവ്വേറെ സസ്യങ്ങളിലുള്ളവയാണ്. ദ്വിലിംഗ സസ്യങ്ങൾ എന്നറിയപ്പെടുന്നത് ആൺപൂവും പെൺപൂവും ഒരേ സസ്യത്തിൽ ഉള്ളവയാണ്. ഏകലിംഗ സസ്യങ്ങൾക്ക് ഉദാഹരണം ജാതി, വാലിസ്നേറിയ, ഈന്തപ്പന, കഞ്ചാവ് എന്നിവയാണ്. സസ്യലോകത്തിലെ കൂറ്റൻ മരങ്ങളിൽപ്പെടുന്നവയാണ് കോണിഫറുകൾ. ഏറ്റവും സാവധാനം വളരുന്ന സസ്യമാണ് കള്ളിച്ചെടി അഥവാ സാഗുവാരോ. സസ്യവിഭാഗത്തിലെ ഉഭയജീവികൾ എന്നറിയപ്പെടുന്നത് പായലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പൂവാണ് ടൈറ്റൻ ആരം. ഏറ്റവും ചെറിയ പൂവുള്ള സസ്യമാണ് വൂൾഫിയ. ഏറ്റവും പഴക്കമുള്ള പുഷ്പം മഗ്നാലിയ. 12 വർഷത്തിലൊരിക്കൽ പുഷ്പിക്കുന്ന അപൂർവയിനം സസ്യമാണ് നീലക്കുറിഞ്ഞി. ഏറ്റവും വേഗത്തിൽ വളരുന്ന പുല്ലുവർഗത്തിലെ സസ്യം മുളയാണ്. പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം മുള. ഏറ്റവും വലിയ ആൽഗയാണ് കെൽപ്സ്. ഏറ്റവും വലിയ ഇലയുള്ള സസ്യം റാഫിയ പാം. ഏറ്റവും വലിയ ഇലയുള്ള ജലസസ്യം ആനത്താമര. ഏറ്റവും വലിയ പൂങ്കുലയുള്ള സസ്യം പുയ റെയ്മുണ്ടി. ഏറ്റവും വലിയ മുകുളം
ക്യാബേജ്. ഏറ്റവും വലിയ ഫലമാണ് ചക്ക. ഏറ്റവും ചെറിയ വിത്ത് ഓർക്കിഡിൻ്റെ വിത്ത്. ഏറ്റവും വലിയ വിത്ത് കൊക്കോഡൈമർ. ഏറ്റവും വലിയ പൂവ് റഫ്ലേഷ്യ. ഏറ്റവും പഴക്കമുള്ള പുഷ്പം മഗ്നോലിയ. ദ്വിലിംഗ സസ്യങ്ങൾക്ക് ഉദാഹരണം കുമ്പളം, മത്തൻ, പാവൽ, പടവലം, വെള്ളരി എന്നിവയാണ്. പൂവിൻ്റെ നിറവും മണവുമുള്ള ഇതളുകളാണ് ദളങ്ങൾ അഥവാ പെറ്റൽസ് എന്ന് അറിയപ്പെടുന്നത്. മൊട്ട ആയിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുകയും വിരിഞ്ഞ ശേഷം ദളപുടത്തെ താങ്ങി നിർത്തുകയും ചെയ്യുന്നത് സെപ്പൽസ് അഥവാ വിതളങ്ങളാണ്. പൂവിൻ്റെ ഭാഗങ്ങൾക്കിരിപ്പിടമായ ഭാഗം പുഷ്പാസനം അഥവാ തലാമസ് എന്നും അറിയപ്പെടുന്നു. പൂവിനെ ചെടിയുമായി അഥവാ കാണ്ഡവുമായി ബന്ധിപ്പിച്ചു നിർത്തുന്ന ഭാഗമാണ് പെഡിസൽ അഥവാ പൂഞ്ഞെട്ട് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഫലവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ഫലമാണ് ചക്ക. ഒരു പുഷ്പത്തിൻ്റെ അണ്ഡാശയമല്ലാത്ത മറ്റു ഭാഗങ്ങൾ വളർന്ന് ഫലങ്ങളായി മാറുന്നവയാണ് കപടഫലങ്ങളെന്ന് അറിയപ്പെടുന്നത്. കപടഫലങ്ങൾക്ക് ഉദാഹരണം ആപ്പിൾ, കശുമാങ്ങ, അത്തിപ്പഴം, ചാമ്പയ്ക്ക, സബർജിൽ, ചാമ്പയ്ക്ക, അത്തിപ്പഴം, ആപ്പിൾ എന്നിവയിൽ ഫലമായി മാറുന്ന പൂവിൻ്റെ ഭാഗം ഏതാണ്? തലാമസ് അഥവാ പുഷ്പാസനം. കശുമാങ്ങയിൽ ഫലമായി മാറുന്ന പൂവിൻ്റെ ഭാഗമാണ് പൂഞ്ഞെട്ട് അഥവാ പെഡിസൽ. സസ്യത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് പഞ്ഞിനാര് ലഭിക്കുന്നത്? വിത്തിൻ്റെ ഉപരിവൃതി രോമങ്ങളിൽ നിന്ന്. സസ്യങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ ബീജം കാണുന്ന സസ്യവിഭാഗം ഏതാണ്? നഗ്നബീജ സസ്യങ്ങൾ അഥവാ ജിംനോസ്പേംസ്. ഫലമുണ്ടെങ്കിലും വിത്തില്ലാത്ത ഒരു സസ്യമാണ് വാഴ. ഏറ്റവും വലിയ ഔഷധിയാണ് വാഴ. വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ ഫലങ്ങൾ ഏത് വർഗത്തിൽപ്പെടുന്നു? പെപ്പോ വർഗത്തിൽപ്പെടുന്നു. വഴുതന, തക്കാളി, നേന്ത്രപ്പഴം ഇവയെല്ലാം ഏതുതരം ഫലങ്ങൾക്ക് ഉദാഹരണമാണ്? സരസഫലങ്ങൾ. ആമ്രകത്തിന് ഉദാഹരണമാണ് തേങ്ങ. ഒറ്റ വിത്തുള്ള ഫലമാണ് ആമ്രകം. വിത്തുകൾ ഒഴികെ ഉറപ്പുള്ള ഭാഗങ്ങളൊന്നുമില്ലാത്ത മാംസള ഫലങ്ങളെല്ലാം സരസഫലങ്ങളാണ്. മാമ്പഴത്തിൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗമാണ് മിസോകാർപ്പ്. ശുഷ്ക ഫലങ്ങൾക്ക് ഉദാഹരണമാണ് ഗോതമ്പും നെല്ലും. പാകമാകുമ്പോൾ പെരികാർപ്പ് ഉണങ്ങിപ്പോകുന്ന ഫലങ്ങളാണ് ശുഷ്ക ഫലങ്ങൾ. ഒരു പുഷ്പത്തിൽ വിത്ത് ഉണ്ടാകുന്ന പ്രക്രിയയുടെ ആദ്യത്തെ ഘട്ടമാണ് പരാഗണം. ഒരു പുഷ്പത്തിൽ നിന്നും ഒന്നിലധികം ഫലമുണ്ടാവുന്നവ പുഞ്ചഫലം. ഉദാഹരണം സീതപ്പഴം, സ്ട്രോബെറി എന്നിവയാണ്. പാകമാകുമ്പോൾ വിത്തുകൾ പൊട്ടി പുറത്തേക്ക് തെറിക്കുന്ന ഫലങ്ങളാണ് സ്ഫോട്യ ഫലങ്ങൾ. സ്ഫോട്യ ഫലത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? വെണ്ട, കാശിത്തുമ്പ, മുരിങ്ങ, റബ്ബർ, പുന്നക്കായ്, ഉമ്മം എന്നിവ. ബാഹ്യകഞ്ചുകം, മധ്യകഞ്ചുകം, ആന്തരകഞ്ചുകം എന്നിവ ചേർന്നുണ്ടായിട്ടുള്ള ഫല ആവരണമാണ് പെരികാർപ്പ്. ഓറഞ്ച്, വാഴപ്പഴം, ആപ്പിൾ എന്നിവ ഏതുതരം പഴങ്ങൾക്ക് ഉദാഹരണമാണ്? മാംസള പഴങ്ങൾക്ക് ഉദാഹരണമാണിവ. കൃത്രിമ പരാഗണത്തിലൂടെ മാത്രം കായ് പിടിക്കുന്ന സസ്യമാണ് വാനില. വവ്വാൽ വഴി പരാഗണം നടക്കുന്ന ഒരു സസ്യമാണ് വാഴ. പുഷ്പത്തിൽ ബീജസങ്കലന ശേഷം ഫലമായി മാറുന്ന ഭാഗം അണ്ഡാശയമാണ്. മഴയിലൂടെ പരാഗണം നടക്കുന്ന സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക്. ദ്വിലിംഗ പുഷ്പങ്ങളിലെ പരാഗണ രീതിയാണ് സ്വപരാഗണം. രണ്ട് വ്യത്യസ്ത സസ്യങ്ങളുടെ പുഷ്പങ്ങൾ തമ്മിലുള്ള പരാഗണമാണ് സീനോഗമി. ഒരു സസ്യത്തിലെ തന്നെ രണ്ട് പുഷ്പങ്ങൾ തമ്മിലുള്ള പരാഗണം ഗൈറ്റനോഗമി. കൃത്രിമ പരാഗണത്തിലൂടെ മാത്രം കായ്പിടിക്കുന്ന സസ്യം വാനില. പരാഗണത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന പുഷ്പമാണ് സൂര്യകാന്തി. ഹോമോഗമി, ക്ലീസോഗമി എന്നിവ എന്താണ്? സ്വപരാഗണം. പക്ഷികൾ വഴിയുള്ള പരാഗണമാണ് ഓർണിത്തോഫിലി. ജന്തുക്കൾ വഴിയുള്ള പരാഗണം സൂഫിലി. കാറ്റു വഴിയുള്ള പരാഗണം അനിമോഫിലി. ഷഡ്പദങ്ങൾ വഴിയുള്ള പരാഗണം എൻഡമോഫിലി. ജലത്തിലൂടെയുള്ള പരാഗണം ഹൈഡ്രോഫിലി. കാറ്റിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങളാണ് അപ്പുപ്പൻതാടി, പരുത്തി, മുരിങ്ങ എന്നിവ. ജലത്തിലൂടെ വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾ തേങ്ങ, ഒതളങ്ങ എന്നിവയാണ്. പുഷ്പത്തിൽ പരാഗണത്തിന് ശേഷം ബീജസങ്കലനം നടന്ന് വിത്തായി മാറുന്ന ഭാഗം ഏതാണ്? അണ്ഡാശയത്തിനുള്ളിലെ ഓവ്യൂളുകൾ.
കാറ്റിലൂടെ പരാഗണം നടക്കുന്ന സസ്യങ്ങൾ ഗോതമ്പ്, നെല്ല്, തെങ്ങ്, കരിമ്പ്, മുരിങ്ങ, എരുക്ക്. ജലത്തിലൂടെ പരാഗണം നടക്കുന്ന സസ്യങ്ങൾ ഹൈഡ്രില്ല, വാലിസ്നേറിയ, സോസ്റ്റെറ. ഒച്ചുവഴി പരാഗണം നടക്കുന്ന ഒരു സസ്യമാണ് ചേമ്പ്. റഫ്ലീഷ്യ, ചേനപ്പൂവ് തുടങ്ങിയ സസ്യങ്ങളിൽ പ്രധാനമായും പരാഗണം നടക്കുന്നത് ഈച്ച വഴിയാണ്. സസ്യത്തിലെ ചില ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പുഷ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഫ്ലോറിജൻ. സസ്യകാണ്ഡത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഹോർമോണാണ് ആക്സിൻ. സസ്യങ്ങളിലെ കൊഴിഞ്ഞുപോക്ക് നിയന്ത്രിക്കുന്നത് അബ്സിസിക് ആസിഡ്. വാതക രൂപത്തിൽ കാണുന്ന സസ്യ ഹോർമോണാണ് എഥിലിൻ. ഫലങ്ങൾ പാകമാകാൻ സഹായിക്കുന്ന ഹോർമോണുകളും എഥിലിൻ തന്നെയാണ്. ആക്സിൻ വേരിൻ്റെ വളർച്ചയെ മന്ദീഭവിപ്പിക്കുന്നു. ഒരു സ്വാഭാവിക ആക്സിനാണ് ഇൻഡോൾ 3 അസറ്റിക് അമ്ലം IAA. കൃത്രിമ ഹോർമോണുകൾക്ക് ഉദാഹരണം ഏതാണ്? ഹോർട്ടോമോണും ആക്സാനും. സസ്യങ്ങളിലെ ത്വരിതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്ന ഹോർമോണാണ് ഗിബർലിൻ. തേങ്ങാവെള്ളത്തിൽ സുലഭമായി കാണുന്ന ഹോർമോൺ സൈറ്റോകൈനിൻ. വേഗത്തിലുള്ള പോഷക വിഘടനത്തെ സഹായിക്കുന്ന ഹോർമോണാണ് സൈറ്റോകൈനിൻ. സസ്യങ്ങളിൽ കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണം ഹരിതകണം. ഹരിതകണത്തിൻ്റെ പച്ച നിറത്തിന് കാരണം ഹരിതകമാണ്. ഹരിതകം കണ്ടുപിടിച്ചത് ആരാണ്? PJ പെൽറ്റിയർ, JB കവൻറ്റോ എന്നിവരാണ്. ഹരിതകമില്ലാത്ത ഏകകോശ സസ്യം ഈസ്റ്റ്. കരോട്ടിനോയിഡുകൾ എന്നറിയപ്പെടുന്നത് കരോട്ടിനും സാന്തോഫില്ലുമാണ്. പൂക്കൾ, ഇലകൾ എന്നിവയുൾപ്പെടെ പർപ്പിൾ, നീല എന്നീ നിറങ്ങൾ ഏതിൻ്റെ സാന്നിധ്യമാണ്? ആന്തോസയാനിൻ. നീലഹരിത ആൽഗയിലെ വർണ്ണകം ഫൈക്കോസയാനിൻ. ബ്രൗൺ ആൽഗയിലെ വർണ്ണകം ഫ്യൂക്കോസാന്തിൻ. തക്കാളിയിലെ വർണ്ണകം ലൈക്കോപീൻ. കുങ്കുമത്തിലെ വർണ്ണകം ബിക്സിൻ. ചുവന്ന ആൽഗയിലെ വർണ്ണകം ഫൈക്കോ എറിത്രിൻ. ക്യാരറ്റിലെ വർണ്ണകം കരോട്ടിൻ. ബീറ്റ്റൂട്ടിലെ വർണ്ണകം ബീറ്റ സയാനിൻ. മഞ്ഞളിലെ വർണ്ണകം കുർക്കുമിൻ. ഇലകൾ, പൂക്കൾ, ഫലങ്ങൾ എന്നിവയുടെ മഞ്ഞ നിറം സാന്തോഫിൽ. ഇലകൾ, പൂക്കൾ, ഫലങ്ങൾ എന്നിവയുടെ ഓറഞ്ച് നിറം കരോട്ടിൻ. സ്പർശനങ്ങളോട് പ്രതികരിക്കാനുള്ള സസ്യങ്ങളുടെ പ്രവണത തിഗ്മോട്രോപ്പിസം. ഗുരുത്വാകർഷണ ദിശയിൽ വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണത ജിയോട്രോപ്പിസം അഥവാ ഭൂഗുരുത്വ ട്രോപ്പിക ചലനം. പ്രകാശത്തിന് നേർക്ക് വളരാനുള്ള സസ്യങ്ങളുടെ പ്രവണത ഫോട്ടോട്രോപ്പിസം അഥവാ പ്രകാശ ട്രോപ്പിക ചലനം. ഇലകൾക്കും പൂക്കൾക്കും ചുമപ്പ്, മഞ്ഞ, ഓറഞ്ച് എന്നീ നിറങ്ങൾ കൊടുക്കുന്ന ജൈവകണങ്ങളാണ് വർണ്ണകങ്ങൾ. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മാഗ്നീഷ്യം. നിറമില്ലാത്ത ജൈവകണമാണ് ശ്വേതകണം. ക്ലോറോഫിൽ ഇല്ലാത്ത കരസസ്യം ഏതാണ്? പൂപ്പ് അഥവാ കുമിളെന്നും അറിയപ്പെടുന്നു. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.